ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് നമ്മുടെ നാനോ കെമിസ്ട്രി ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷൻ സെഷനാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ചാപ്റ്റർ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒത്തിരി ടോപ്പിക്സ് ഒന്നും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല. കുറച്ച് നാനോ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പ്രോപ്പർട്ടീസും അവരുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്, അതിൽ ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് അപ്രോച്ച്, അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻ മെത്തേഡ്സും ദെൻ നമുക്ക് കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറീൻസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അധികമായിട്ട് ടോപ്പിക്സ് ഒന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നാനോ കെമിസ്ട്രിയിൽ നിന്ന് അങ്ങനെ ചോദിക്കാറുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊന്നും അധികം വരില്ല കേട്ടോ. അപ്പം ഒരുവിധം ചാപ്റ്റർ നല്ലതായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് MCQ ഡിസ്കഷൻ അതുള്ള ചോദ്യങ്ങൾക്കും ആൻസർ വളരെ വേഗത്തിൽ തന്നെ കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങളുടെ നോട്ട്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ 1-2 പോയിന്റ്സ് ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ പറയാത്ത കുറച്ച് പോയിന്റ്സ് ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട്സിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് ചേർക്കാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് എ ടോപ്പ് ഡൗൺ മെത്തേഡ് ഫോർ പ്രിപ്പയറിംഗ് നാനോ മെറ്റീരിയൽസ്? ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. നമ്മൾ പറഞ്ഞു നാനോ മെറ്റീരിയൽസിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ചും യൂസ് ചെയ്യും, ബോട്ടം അപ്പ് അപ്രോച്ചും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ഏതൊക്കെ മെത്തേഡ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ആൻഡ് അതേപോലെ ബോട്ടം അപ്പ് അപ്രോച്ചിൽ ഏതൊക്കെ മെത്തേഡ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് പഠിച്ചിരിക്കണം. നമുക്ക് പല പരീക്ഷകൾക്കും മാറി മാറി ചോദിക്കുന്നതാണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ടോപ്പ് ഡൗൺ, അല്ലെ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബോട്ടം അപ്പ് അപ്രോച്ച്, അങ്ങനെ പറഞ്ഞ് മാറി മാറി പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ എക്സാമ്പിൾ കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻസ്: സോൾട്ട് ജെൽ പ്രോസസ് ഉണ്ട്, ബോൾ മില്ലിംഗ് ഉണ്ട്, സോൾവോ തെർമൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. There are 2 approaches to the synthesis of nanomaterials. അല്ലേ, നമുക്കറിയാം പൊതുവേ നാനോ മെറ്റീരിയൽസിൽ അവരുടെ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 സെറ്റ് ഓഫ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ടോപ്പ് ഡൗൺ അപ്രോച്ച്, രണ്ടാമത്തത് ബോട്ടം അപ്പ് അപ്രോച്ച്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേന് ചെറിയ സൈസുള്ള ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോഴത്തേനും മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള മീനിങ് അല്ലേ. ഇപ്പോൾ വലിയ സൈസുള്ളവരെ ചെറിയ സൈസുള്ള ആളാക്കി മാറ്റുന്നു. ഓക്കെ, ഇപ്പോൾ വലിയ സൈസുള്ള ആളുകളെ നമ്മൾ ഇടിച്ചോ പൗഡർ ചെയ്തിട്ടോ ഒക്കെ ചെറിയ സൈസുള്ള നാനോ റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ടോപ്പ് ഡൗൺ പ്രോസസ്സ്. അപ്പോൾ എന്തായിരിക്കും ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? തീരെ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് നാനോ റേഞ്ചിലോട്ട് മാറ്റുന്നു. അങ്ങനെ നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കാം. വലിയ സൈസിലുള്ളവരെ ചെറിയ സൈസിലോട്ട് കൺവേർട്ട് ചെയ്ത് നാനോമീറ്റർ റേഞ്ചിലോട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. തീരെ ചെറിയ സൈസിലുള്ള പാർട്ടിക്കിൾസ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് നാനോമീറ്റർ റേഞ്ചിലോട്ട് പോകുന്നതിനെയാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. In the top-down approach often uses the traditional workshop or micro-fabrication methods in which different tools are used to cut, mill and shape materials into its desired shape and order. അപ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ വലിയ സൈസുള്ള പാർട്ടിക്കിൾസിനെ ആയിരിക്കും നമ്മൾ ചിലപ്പം ചെറിയ നാനോമീറ്റർ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നത്. അങ്ങനെയാണ് പൊതുവേ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ പറയുന്നത്. അപ്പോൾ ഈ വലിയ സൈസുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് എങ്ങനെ ചെറിയ സൈസുള്ള നാനോമീറ്റർ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ പറ്റും? കട്ടിങ് വഴിയോ മില്ലിങ് വഴിയോ പൗഡറിങ് വഴിയോ അങ്ങനെ പല പ്രോസസ്സുകൾ വഴിയായിരിക്കും നമ്മൾ ഈ വലിയ സൈസുള്ള പാർട്ടിക്കിൾസിനെ നാനോമീറ്റർ റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് എട്രീഷൻ, ബോൾ മില്ലിംഗ് അല്ലെങ്കിൽ ബോൾ മില്ലിംഗ്, ലേസർ അബ്ലേഷൻ, സ്പട്ടറിങ്. ഈ 4 ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കും. ഇത് 4 നമുക്ക് ടോപ്പ് ഡൗണിനകത്ത് സാധാരണ എക്സാമ്പിൾസ് ആയിട്ട് വരാറുള്ളത് ഏതൊക്കെയാ? നമുക്ക് അട്രീഷൻ ഉണ്ട്, ബോൾ മില്ലിംഗ് ഉണ്ട്, ലേസർ അബ്ലേഷൻ ഉണ്ട്, സ്പട്ടറിങ് ഉണ്ട്. ഈ 4 മെത്തേഡ്സ് ആണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന 4 മെത്തേഡ്സ്. ഇനി അടുത്ത ബോട്ടം അപ്പ് അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ വലിയ സൈസുള്ളവരെ ചെറിയ സൈസുള്ളവരെ കമ്പൈൻ ചെയ്ത് നാനോമീറ്റർ റേഞ്ചിലോട്ട് മാറ്റുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ അകത്ത് വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഹോമോജീനിയസ് ന്യൂക്ലിയേഷൻ ഉണ്ട്,
സോൾ ജെൽ മെത്തേഡ് ഉണ്ട്, സോൾവോ തെർമൽ മെത്തേഡ്സ് ഉണ്ട്, ഹൈഡ്രോതെർമൽ മെത്തേഡ്സ് ഉണ്ട്, മൈക്രോവേവ് മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നോക്കി വെച്ചേക്കുക. നമ്മുടെ മറ്റേ 4 നിങ്ങളങ്ങ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ സാധാരണ വരുന്നതൊക്കെ ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട്സിലോട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുക, ഏതൊക്കെയാണ് ഏതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. സാധാരണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നാനോ കെമിസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതെന്തോ ആയിരുന്നെന്ന് തോന്നുന്നു അല്ലേ, ഈ പറയുന്ന ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് അപ്രോച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഈ ക്വസ്റ്റ്യൻ തന്നെയാണോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണയും ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഇവിടെ ടോപ്പ് ഡൗൺ ആണ് ചോദിച്ചത്. ടോപ്പ് ഡൗണിൽ വരുന്നത് ഏതാണ്? ബോൾ മില്ലിംഗ് ആണ് അല്ലേ, കാരണം സോൾ ജെൽ പ്രോസസ്സും സോൾവോ തെർമൽ മെത്തേഡ്സും ഹൈഡ്രോതെർമൽ മെത്തേഡ്സും കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ മെത്തേഡ്സും ഒക്കെ ഏതിൻ്റെ അകത്ത് വരുന്നതാണ്? നമ്മുടെ ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ബോൾ മില്ലിംഗ്, അട്രീഷൻ, സ്പട്ടറിങ്, ലേസർ അബ്ലേഷൻ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് ഡൗണിനകത്ത് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. അസേർഷൻ ഇതാണ്: ball milling method of synthesizing nanomaterials is a top down approach and reason കൊടുത്തിട്ടുള്ളത് മെക്കാനിക്കൽ പ്രഷർ ഈസ് അപ്ലൈഡ് ടു ക്രഷ് ബിഗ് പാർട്ടിക്കിൾ ടു നാനോ സൈസ് മെറ്റീരിയൽസ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അസേർഷനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ടോപ്പ് ഡൗൺ മെത്തേഡിനകത്ത് വരുന്ന ഒരു നാനോ മെറ്റീരിയൽസിൻ്റെ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട മെത്തേഡാണ് ബോൾ മില്ലിങ്. ആൻഡ് റീസൺ കൊടുത്തിട്ടുള്ളത് മെക്കാനിക്കൽ പ്രഷർ ഈസ് അപ്ലൈഡ് ടു ക്രഷ് ബിഗ് പാർട്ടിക്കിൾസ് ടു നാനോ സൈസ് മെറ്റീരിയൽസ്. അപ്പം ഇവിടെ വലിയ സൈസുള്ള പാർട്ടിക്കിൾസിനെ നാനോമീറ്റർ റേഞ്ചിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മെക്കാനിക്കൽ പ്രഷേഴ്സ് ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ട്രൂ ആണെന്നാണോ, ബോത്ത് അസേർഷൻ ട്രൂ റീസൺ ഫോൾസ് ആണോ, അതോ അസേർഷൻ ഫോൾസ് റീസൺ ട്രൂ ആണോ, അതോ അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്, ഇതിലേതാണ് ശരി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ബോൾ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ, എന്താണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിന്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ അറിയേണ്ടത് റീസൺ ശരിയാണോ എന്നാണ്. മെക്കാനിക്കൽ പ്രഷർ നമ്മളിവിടെ പാർട്ടിക്കിൾസിനെ ക്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, നോക്കിക്കേ, നമ്മൾ എന്താണ് ബോൾ മില്ലിംഗ് മെത്തേഡിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ബോൾ മില്ലിംഗ് മെത്തേഡിൽ നമുക്ക് യൂഷ്വലി വലിയ സൈസുള്ള പാർട്ടിക്കിൾസിനെ ചെറിയ സൈസുള്ള പാർട്ടിക്കിളാക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ യൂഷ്വലി അങ്ങനെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ്ങോ മില്ലിങ്ങോ പൗഡറിങ് പോലെയുള്ള പ്രോസസ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ കട്ടിങ്ങും മില്ലിങ്ങും പൗഡറിങ്ങും ഒക്കെ നടക്കുന്നത്? ഹൈ പ്രഷർ കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം മെക്കാനിക്കൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഫോർ മില്ലിംഗ് പർപ്പസ് എന്നുള്ളത് ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ എഴുതിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. In a top-down approach, nanoscale devices are created by using larger, extremely controlled devices to direct their assembly. Attrition and milling for making nanoparticles are typical top-down process. And in the bottom-up approach, molecular components arrange themselves into more complex assemblies, atom by atom, molecule by molecule, cluster by cluster from the bottom. And examples for the bottom-up approach include homogeneous nucleation, salt gel method, solvothermal, hydrothermal synthesis, microwave method, etc. ഇനി ഹൈ എനർജി ബോൾ മില്ലിംഗ്. ബോൾ മില്ലിങ്ങിന് നമ്മൾ ഈ പറയുന്ന ബോട്ടം അപ്പ് അപ്രോച്ചിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളതും അതേപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ പറയുന്ന ഹൈ എനർജി ബോൾ മില്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും മില്ലിംഗ് പർപ്പസസിന് വേണ്ടി പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽസ് നമുക്ക് യൂസ് ചെയ്യാം. പ്ലാനറ്ററി മിൽസ് നമുക്ക് യൂസ് ചെയ്യാം, വൈബ്രേറ്ററി മിൽസ് യൂസ് ചെയ്യാം, റോഡ്സ് യൂസ് ചെയ്യാം, ടംപ്ലേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? യൂഷ്വലി ആദ്യം നമ്മൾ ഇപ്പം ഏത് സബ്സ്റ്റൻസിൻ്റെ ആണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാനോ റേഞ്ചിലുള്ള മിക്സ്ചറിനെ നമുക്ക് ഉണ്ടാക്കേണ്ടത്, ആദ്യം നമ്മൾ അതിനെ കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് ഈ മില്ലിംഗ് എക്യുപ്മെൻറ്റിനകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഹാർഡ് ആൻഡ് സ്റ്റീൽസ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ കാർബൈഡ് ബോൾസും കൂടെ ഇട്ടിട്ട് നമ്മൾ കണ്ടെയ്നേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഇപ്പോൾ അതായത് നമുക്ക് നാനോമീറ്റർ റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ സബ്സ്റ്റൻസിനെ ആ ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് അവർ മില്ലിങ് നടത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു മെക്കാനിക്കൽ പ്രഷർ കൊടുക്കുമ്പോഴാണ് അത് ആ ഭിത്തിയോട് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഭിത്തിയുമായിട്ട് ചേർന്നിട്ട് അത് പൊടിഞ്ഞ് നല്ല പൗഡർ ഫോമിലുള്ള നാനോമീറ്റർ റേഞ്ചിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പം മെക്കാനിക്കൽ പ്രഷർ കൊടുത്തെങ്കിൽ മാത്രമേ ആ മില്ലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുകയുള്ളൂ അല്ലേ. അങ്ങനെ വരുമ്പം ഇവിടെ കൊടുത്തിട്ടുള്ള റീസൺ ശരിയാണോ? മെക്കാനിക്കൽ പ്രഷർ ഈസ് അപ്ലൈഡ് ടു ക്രഷ് ബിഗ് പാർട്ടിക്കിൾസ് ഇൻ നാനോ സ്കെയിൽ. ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. വലിയ സൈസുള്ളവരെ ചെറിയ സൈസുള്ള നാനോമീറ്റർ റേഞ്ചിലോട്ട് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മെക്കാനിക്കൽ പ്രഷർ അവരെ കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. സോ ഓപ്ഷൻ എ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കുക. നാനോ വയേഴ്സ് റെപ്രസെന്റ് വിച്ച് ടൈപ്പ് ഓഫ് നാനോ മെറ്റീരിയൽസ്? നാനോ വയേഴ്സ് ഏത് കാറ്റഗറി ഓഫ് നാനോ മെറ്റീരിയൽസിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് ചോദ്യം.
0 ഡയമെൻഷൻ ആണോ, 1 ഡയമെൻഷൻ ആണോ, 2 ഡയമെൻഷൻ ആണോ, 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ നാനോ വയേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഏത് കാറ്റഗറിയിലാണ്? നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും ആദ്യം നാനോ കെമിസ്ട്രി പഠിച്ച സമയത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതും പലതവണയും റിപ്പീറ്റ് ചെയ്ത് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 0 ഡയമെൻഷൻ എന്താണ്, 1 ഡയമെൻഷൻ എന്താണ്, 2 ഡയമെൻഷൻ എന്താണ്, 3 ഡയമെൻഷൻ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം ഓരോന്നിൻ്റെ കാറ്റഗറിയിലും വരുന്ന എക്സാമ്പിൾസും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ 0 ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേന് എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലാണ്, നാനോ റേഞ്ചിലാണ് വരുന്നത്. ഒരു ഡയമെൻഷൻസും നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിൽ വരുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് 0 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ 0, 1, 2, 3 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, എത്ര ഡയമെൻഷൻസ് നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിൽ വരുന്നു എന്നാണ്. ഓക്കെ, നമുക്ക് തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ 0 ഡയമെൻഷൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും അതായത് നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന ഡയമെൻഷൻസിൻ്റെ എണ്ണം 0 ആയിരിക്കും, അതായിരിക്കും 0 ഡയമെൻഷൻ. അങ്ങനെയല്ല, നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിൽ വരുന്ന ഡയമെൻഷൻ്റെ എണ്ണം 0 ആണ്. അപ്പം എന്താ, ബാക്കി 3 ഡയമെൻഷൻസും നാനോമീറ്റർ റേഞ്ചിലാണ്. അങ്ങനെയുള്ളതിനെയാണ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിളാണ് നമ്മുടെ ക്വാണ്ടം ഡോട്ട്സ്, ഫുള്ളറീൻസ്, അതേപോലെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ്. ഇതൊക്കെ നമ്മുടെ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്ത 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം ഒരു ഡയമെൻഷൻ നാനോമീറ്ററിൻ്റെ പുറത്തായിരിക്കും. അപ്പോഴോ ബാക്കി 2 ഡയമെൻഷൻസ് നാനോമീറ്റർ റേഞ്ചിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷൻസ് ഇൻ ദി നാനോമീറ്റർ റേഞ്ച് ആൻഡ് 1 ഡയമെൻഷൻ ഈസ് ഔട്ട് ഓഫ് ദി നാനോമീറ്റർ റേഞ്ച്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നാനോ വയേഴ്സ് ഉണ്ട്, നാനോ ട്യൂബ്സ് ഉണ്ട്, നാനോ ഫൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെ യൂഷ്വലി 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തത് 2 ഡയമെൻഷണൽ. 2 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻസ് ഔട്ട് ഓഫ് ദി നാനോമീറ്റർ റേഞ്ച് ആണ്. ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ നാനോമീറ്റർ റേഞ്ചിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡയമെൻഷൻ നാനോമീറ്റർ റേഞ്ചിലും ബാക്കി 2 ഡയമെൻഷൻസ് നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിലും ആകുമ്പോഴാണ് നമ്മളതിനെ 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? നാനോ കോട്ടിങ്സ് ഉണ്ട്, നാനോ ലെയേഴ്സ് ഉണ്ട്, നാനോ ഫിലിംസ് ഉണ്ട്. അതൊക്കെ 2 ഡയമെൻഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ദി ഡയമെൻഷൻസ് ആർ ഔട്ട് ഓഫ് ദി നാനോമീറ്റർ റേഞ്ച്. 3 ഡയമെൻഷൻസും നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിൽ വരുമ്പോഴാണ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നാനോ ട്യൂബ്സിൻ്റെ ഒരു ബണ്ടില്, അല്ലെങ്കിൽ നാനോ വയേഴ്സിൻ്റെ ഒരു ബണ്ടില്, അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടി നാനോ ലെയേഴ്സ്. അതായത് കുറേ നാനോ ട്യൂബ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്താണ്? 1 ഡയമെൻഷനിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ 1 ഡയമെൻഷണൽ നാനോ ട്യൂബ്സുകൾ ചേർന്നിട്ടൊരു ബണ്ടിൽ ഉണ്ടാക്കുമ്പോൾ അത് 3 ഡയമെൻഷനിലായിട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. നമുക്കിവിടെ ചോദിച്ചിരുന്നത് ആരെയായിരുന്നു? നാനോ വയേഴ്സ് ആണ്. നാനോ വയേഴ്സ് ഏതിൻ്റെ എക്സാമ്പിളാണ്? 1 ഡയമെൻഷൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ത്രൂ വിച്ച് ദ കാർബൺ നാനോ ട്യൂബ് എക്സിസ്റ്റ്? അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ എന്താണ് ഡിവിഷൻസ്, അല്ലെങ്കിൽ അവരുടെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആം ചെയർ ആണോ, ലീനിയർ ആണോ, സിക്സാഗ് ആണോ, സ്ഫെറിക്കൽ ആണോ? ഇതിൽ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഡിവിഷൻ ഏതാണെന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻ കേസ് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1 only, 2 only, 1 and 3, 3 and 4. ഇതിലേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം കാർബൺ നാനോ ട്യൂബ്സ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബൺ നാനോ ട്യൂബ്സിനെ 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സും ഉണ്ട്, മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേജർ പോയിന്റ്സും കൂടി ഒന്ന് നോക്കിയേക്കാം. സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് യൂഷ്വലി 1 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് അവർക്ക് ഉള്ളത്. ആൻഡ് സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സിൻ്റെ അണ്ടറിൽ വരുന്ന 2 എക്സാമ്പിൾസ് ആണ് എന്താ? ആം ചെയർ സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സും ഉണ്ട്, സിക്സാഗ് സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സും ഉണ്ട്. ഓക്കെ, യൂഷ്വലി അവർക്ക് 1 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നാനോ വയേഴ്സ് എന്ന് പൊതുവേ നമ്മൾ സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സിനെ പറയും. അപ്പോൾ മെയിനായിട്ട് ഇത്ര ഓർത്തിരുന്നാൽ മതി. സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷനിലാണ്. അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന 2 എക്സാമ്പിൾസ് ആണ് എന്താണ്? ആം ചെയറും സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സും, അതേപോലെ തന്നെ എന്താണ് സിക്സാഗ് സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സും. ഓക്കെ, അടുത്തത് മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ്. മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ കുറേ സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് പരസ്പരം കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ്. ഇവിടെ ഇവർക്ക് 2 ഡയമീറ്റേഴ്സ് കാണും. ഒരു ഇന്നർ ഡയമീറ്ററും ഉണ്ടായിരിക്കും, ഒരു ഔട്ടർ ഡയമീറ്ററും ഉണ്ടായിരിക്കും. ആൻഡ് ഇവരുടെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾ ആണ് കൈറാൽ മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കാം.
സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്സിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിളാണ് സിക്സാഗും ആംചെയറും. ആൻഡ് മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിളാണ് നമ്മുടെ കൈറാൽ. ഓക്കെ, അപ്പം എന്തായിരുന്നു ഇവിടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരുന്നത്? കാർബൺ നാനോ ട്യൂബ്സിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന്. ആംചെയർ ഉണ്ട്, സിക്സാഗ് ഉണ്ട് അല്ലേ? ലീനിയർ സ്ഫെറിക്കലൊക്കെ നമ്മൾ പഠിച്ചോ? ഇല്ല. അപ്പോൾ ആംചെയറും സിക്സാഗും നമ്മൾ പഠിച്ചാണ്. അപ്പോൾ 1 and 3 എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദി ഹൈബ്രിഡൈസേഷൻ ഇൻ കാർബൺ നാനോ ട്യൂബ്സ്? കാർബൺ നാനോ ട്യൂബ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ, ഏത് ഹൈബ്രിഡൈസേഷൻ ആണ് അവർ ഇൻവോൾവ് ചെയ്യുന്നത്? sp3 ആണോ, sp3d2 ആണോ, sp2 ആണോ, dsp2 ആണോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. കാർബൺ നാനോ ട്യൂബ്സ് ആർ സിലിണ്ട്രിക്കൽ carbon allotropes with a hexagonal lattice structure similar to a rolled up sheets of graphene. അപ്പം ഗ്രാഫീൻ്റെ ഇങ്ങനെ റോൾ ചെയ്ത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാക്കി വെച്ചേക്കുന്ന സ്ട്രക്ചറാണ് ആക്ച്വലി ആർക്കുള്ളത്? കാർബൺ നാനോ ട്യൂബ്സിന്. നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി, ഒരു പേപ്പറിൻ്റെ ഷീറ്റിനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാക്കി വെക്കത്തില്ലേ? അതേപോലെ ഗ്രാഫീനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാക്കി വെച്ചേക്കുന്ന സ്ട്രക്ചറാണ് ആക്ച്വലി ആർക്കുള്ളത്? ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബ്സിന് ഉള്ളത്. Their exceptional properties are derived from their unique structure and the sp2 hybridization of their carbon atoms. അപ്പോൾ ഇവരുടെ ഹൈബ്രിഡൈസേഷൻ ഓർത്ത് വെച്ചേക്കുക. യൂഷ്വലി ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കാർബൺ നാനോ ട്യൂബ്സിനകത്ത് കാർബൺ ആറ്റംസ് ഇൻവോൾവ് ചെയ്യുന്നത് കേട്ടോ. sp2 നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡയമണ്ടിന്റെ കേസിൽ ഓർത്ത് വെച്ചേക്കുക sp3 ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാർബണിന്റെ അലോട്രോപ്പുകൾ ആയതുകൊണ്ടാണ് ഞാൻ ഡയമണ്ടിന്റെയും ഗ്രാഫൈറ്റിന്റെയും കാര്യങ്ങളൂടെയൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഡയമണ്ടിന്റെ കേസിൽ ഓർത്ത് വെച്ചേക്കുക sp3 ഹൈബ്രിഡൈസേഷൻ ആണ് കാർബൺ ആറ്റംസ്. ആൻഡ് ഗ്രാഫൈറ്റിന്റെ കേസിലും ഈ പറയുന്ന സിംഗിൾ ബോൾഡ് കാർബൺ നാനോ ട്യൂബ്സിന്റെ കേസിലും sp2 ഹൈബ്രിഡൈസേഷനിലാണ് കാർബൺ ആറ്റംസ് ഇൻവോൾവ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. കാർബൺ നാനോ ട്യൂബ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, അടുത്ത 6ാമത്തെ ചോദ്യം നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ കാർബൺ നാനോ ട്യൂബ്സ്. ഇപ്പൊ കാർബൺ നാനോ ട്യൂബ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു 4 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. കാർബൺ നാനോ ട്യൂബ്സ് ഹാവ് ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി. രണ്ടാമത്തത് കാർബൺ നാനോ ട്യൂബ്സ് ഹാവ് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അടുത്തത് കാർബൺ നാനോ ട്യൂബ്സ് ഹാവ് ലോ തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. അടുത്തത് കാർബൺ നാനോ ട്യൂബ് ഈസ് എ 2D നാനോ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ കണ്ടെത്താനാണ് ചോദ്യം. 2 and 3 ആണോ, 1, 2 and 3 ആണോ, 1 and 3 ആണോ, 3 and 4 ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കാർബൺ നാനോ ട്യൂബ്സിന്റെ കുറച്ച് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന്. 1, ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി. 2, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി കാർബൺ നാനോ ട്യൂബ്സിന് വളരെ കൂടുതലാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാർബൺ നാനോ ട്യൂബ്സിന് വളരെ കൂടുതലാണ്. പക്ഷേ തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് വളരെ കുറവാണ് കേട്ടോ. ലോ തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. നല്ല സ്റ്റിഫ് ആണ്. അതുകൊണ്ടല്ലേ നോർമലി ഉള്ള മെറ്റീരിയൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ നാനോ കെമിസ്ട്രി ആപ്ലിക്കേഷൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ നാനോ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് കൂടുതലാണ്, സ്റ്റിഫ്നെസ് കൂടുതലാണ്, ഈ പറയുന്ന തേർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് മാത്രം ലോ ആണ്. അത് നിങ്ങൾ തിരിഞ്ഞു പോകാതെ ഓർത്ത് വെച്ചിരിക്കണേ. ലോ തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആണ്. പിന്നെ നോക്കിക്കേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി ശരിയാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ നോക്കിക്കേ, ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ശരിയാണോ? അല്ല. നമ്മൾ പറഞ്ഞ എന്താ, തേർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കൂടുതലാണെന്നാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും തെറ്റാണ്. അടുത്ത നോക്കിക്കേ, ലോ തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. അത് ശരിയാണ്, നമ്മൾ പഠിച്ചു. ആകെ ലോ എന്ന് പറയുന്നത് തേർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്. അടുത്ത 2D ടൈപ്പ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞത് തൊട്ട് മുന്നത്തെ ചോദ്യത്തിലും കൂടി നമ്മൾ പറഞ്ഞു, കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആണോ 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആണോ? 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. അപ്പം 4ാമത്തെ ഓപ്ഷനും തെറ്റാണ്. അപ്പം ഏതൊക്കെയുള്ളൂ ശരി? 1 ശരിയാ, 3 ശരിയാ അല്ലേ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദി ബോട്ടം അപ്പ് അപ്രോച്ച് ഹൗ ആർ നാനോ മെറ്റീരിയൽസ് ഫോംഡ്? ബോട്ടം അപ്പ് അപ്രോച്ചിൽ നാനോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബൈ ഗ്രൈൻഡിങ് ബൾക്ക് സോളിഡ്സ്, ബൈ
etching large structures by building atom by atom or molecule by molecule by crushing hard metals. കേട്ടോ, അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ചിൽ നാനോ മെറ്റീരിയൽസിനെ സിന്തസൈസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം വളരെ ചെറിയ സൈസിലുള്ള ആളുകളെ നമ്മൾ നാനോമീറ്റർ റേഞ്ചിലോട്ട് കൊണ്ടുവരികയാണ് അല്ലേ. അപ്പോൾ എങ്ങനെ? ആറ്റം ബൈ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ബൈ മോളിക്യൂൾ അല്ലെങ്കിൽ ക്ലസ്റ്റർ ബൈ ക്ലസ്റ്റർ കമ്പൈൻ ചെയ്തിട്ടാണ് ബോട്ടം അപ്പ് അപ്രോച്ചിൽ മെറ്റീരിയൽസിനെ നാനോമീറ്റർ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിനെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി, ബൈ ബിൽഡിംഗ് ആറ്റം ബൈ ആറ്റം ഓർ മോളിക്യൂൾ ബൈ മോളിക്യൂൾ ഓർ ക്ലസ്റ്റർ ബൈ ക്ലസ്റ്റർ. കേട്ടോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യമാണ്, 9 അല്ല 8ാമത്തെ ചോദ്യമാണ്. എ മെറ്റീരിയൽ വിത്ത് 1 dimension in നാനോ റേഞ്ച് ആൻഡ് അതർ 2 dimensions ആർ ലാർജ് ആർ കോൾഡ്. അപ്പം ഒരു ഡയമെൻഷൻ നാനോമീറ്റർ റേഞ്ചിലും ബാക്കി 2 dimensions ലാർജറുമായിട്ട്, അതായത് നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിലും വരുന്ന മെറ്റീരിയൽസിനെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. മൈക്രോ മെറ്റീരിയൽ ആണോ, ക്വാണ്ടം വയേഴ്സ് ആണോ, ക്വാണ്ടം വെൽസ് ആണോ, ക്വാണ്ടം ഡോട്ട്സ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു ഡയമെൻഷൻ നാനോ റേഞ്ചിലാണ്, 2 dimensions നാനോ റേഞ്ചിൻ്റെ ഔട്ടർ പോർഷനിലാണ്, നാനോമീറ്റർ റേഞ്ചിനെക്കാട്ടിൽ കൂടുതലാണ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? എത്ര ഡയമെൻഷൻസ് ആണോ നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിൽ വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 2 dimensions ഔട്ട് ഓഫ് ദി നാനോമീറ്റർ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 dimensions ലാർജർ റേഞ്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇത് ഏതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? 2 dimensional നാനോ മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ഡയമെൻഷൻ നാനോമീറ്റർ റേഞ്ചിലും 2 dimensions ഔട്ട് ഓഫ് ദി നാനോമീറ്റർ റേഞ്ചിലുമാണ് അല്ലേ. അപ്പോൾ നാനോമീറ്റർ റേഞ്ചിൻ്റെ വെളിയിൽ 2 dimensions വരുന്നുണ്ടെങ്കിൽ അത് 2D നാനോ മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ്. അപ്പം തന്നിട്ടുള്ളതിൽ 2D നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചതാണ്. 2 dimensional നാനോ മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന നാനോ ഫിലിംസ് പഠിച്ചു, നാനോ കോട്ടിങ്സ് പഠിച്ചു അല്ലേ. ആ കൂട്ടത്തിൽ നാനോ വെൽസും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നോട്ട്സ് എടുത്ത സമയത്ത് നാനോ വെൽസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നെന്ന്. നാനോ വെൽസ് ഈ പറയുന്ന നാനോ ഫിലിംസ്, നാനോ ലെയേഴ്സ്, നാനോ കോട്ടിങ്സിൻ്റെ ഒക്കെ കൂടെ തന്നെ 2 dimensional നാനോ മെറ്റീരിയൽസിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ എക്സാമ്പിളിൻ്റെ കൂട്ടത്തിലൊന്ന് എഴുതി ചേർത്തോണം. നാനോ ഫിലിംസ്, നാനോ ലെയേഴ്സ്, നാനോ കോട്ടിങ്സ്, നാനോ വെൽസ്, ഇത്രയുമാണ് 2D നാനോ മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേന് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? ഓപ്ഷൻ സി, ക്വാണ്ടം വെൽസ് ആണ് അല്ലേ. മൈക്രോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നാനോമീറ്റർ റേഞ്ചിലല്ല. ദെൻ ക്വാണ്ടം വയേഴ്സ് എന്ന് പറയുമ്പോൾ 1 dimensional നാനോ മെറ്റീരിയൽസ് ആണ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുമ്പോൾ 0 dimensional നാനോ മെറ്റീരിയൽസ് ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് 2 dimensional നാനോ മെറ്റീരിയൽസിൻ്റെ കണ്ടീഷൻ ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ദെൻ അത് വെച്ചിട്ട് 2Dയുടെ എക്സാമ്പിൾ ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ സി, ക്വാണ്ടം വെൽസ് ആണ് അപ്പം കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അപ്പം ഏകദേശം ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നാനോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പരമാവധി ഒന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് അത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് കൂടെ പരമാവധി ഒന്ന് കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.